നമ്മളിന്ന് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്ന പോയിന്റ് ഡയറി പ്രോസസ് ഫോർ ഫാർമസിസ്റ്റ് എന്നുള്ളതാണ്. എൻഷറിങ് എഫിഷ്യന്റ് ഫാർമസി ഓപ്പറേഷൻ. നമ്മളുടെ ഫാർമസിയിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു SOP ആണ് ഈ ഡെയിലി പ്രോസസ്. എല്ലാ ദിവസവും ഒരു ഫാർമസിസ്റ്റിന് നമ്മളുടെ ഫാർമസിയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, ഒന്ന് ഓപ്പണിംഗ് പ്രൊസീജിയർ. നമ്മൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഉണ്ടാവും, നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എന്നുള്ള രീതിയിൽ. ആ വർക്കിംഗ് ഹവേഴ്സിന്റെയും ഒരു 15 മിനിറ്റെങ്കിലും മുമ്പ് റിപ്പോർട്ട് ചെയ്യാം. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്സ് ബിഫോർ റിപ്പോർട്ട് ചെയ്യുക. എൻഷുർ ഫാർമസി ക്ലീൻനെസ് ആൻഡ് റെഡിനെസ്. ഫാർമസി വൃത്തിയും വെടുപ്പിലുമാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. മിനിമം ക്ലീൻ ചെയ്യാനുള്ള ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക. എല്ലാ ഫാർമസികളിലും നമുക്ക് ക്ലീനിങ് സ്റ്റാഫ് വേറുണ്ടായിരിക്കും. ഈവൻ ദോ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഏരിയകൾ വളരെ നീറ്റാണ്, ക്ലീൻ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഫാർമസിസ്റ്റിന്റെയും ഫാർമസി അസിസ്റ്റന്റിന്റെയും റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ്. പിന്നെ ചെയ്യേണ്ടത് ചെക്ക് മെഡിക്കേഷൻ സ്റ്റോറേജ് കണ്ടീഷൻ. അതായത് നമ്മളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മെഡിസിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റാത്ത മെഡിസിൻസ് ഉണ്ടാവും. അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻ കൃത്യമാണ്, എല്ലാം വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പവർ ഓൺ നെസസറി എക്യുപ്മെന്റ്സ്, കമ്പ്യൂട്ടർ, പ്രിന്റർ, UPS ഇതെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ നമുക്ക് ചെയ്യേണ്ടത് വെരിഫൈ ക്യാഷ് ഫ്ലോ ആൻഡ് ഇൻ ദ രജിസ്റ്റർ. അതായത് നമ്മൾ ക്യാഷ് ഫ്ലോ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിന് ഗൂഗിൾ ഷീറ്റ് ആണുള്ളത്. അതേപോലെ തന്നെ അതിൽ നമുക്ക് എല്ലാ ദിവസവും പിന്നെ ഓപ്പണിംഗ് ക്യാഷ് ഉണ്ടാവും, അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഓപ്പണിംഗ് പ്രൊസീജിയറിൽ നമ്മളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. 15 മിനിറ്റ് മുമ്പേ റിപ്പോർട്ട് ചെയ്യാം. 2, ഫാർമസി ക്ലീൻ ആണ്, നീറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ മെഡിക്കേഷൻസും സ്റ്റോറേജ് കണ്ടീഷൻസ് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമുള്ള പവർ സപ്ലൈ എല്ലാത്തിനും കൃത്യമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാം ഓപ്പൺ ആണ്, റൺ ആണ്, ഓൺ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് ഉണ്ടെന്ന്, അതായത് ക്യാഷ് ഫ്ലോ നമ്മളുടെ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര രൂപയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ 2000 ആയിരിക്കും ഉണ്ടാവുക, അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത്തരം പ്രവൃത്തികൾ രാവിലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. മോർണിംഗ് പ്രോസസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മോർണിംഗിൽ തന്നെ ചെയ്യേണ്ടതാണ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ മാനേജ്മെന്റ്. നമ്മളുടെ റിവ്യൂ സ്റ്റോക്ക് ലെവൽസ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ്. എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന മെഡിസിൻസ്, എമർജൻസി മെഡിസിൻസ്, ഇതെല്ലാം നമ്മുടെ സ്റ്റോക്കിൽ മിനിമം സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ സ്റ്റോറിൽ നിന്നും ഒരാൾ ഏതെങ്കിലും ഒരു മെഡിസിൻ പർച്ചേസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ മെഡിസിൻ എല്ലാ ദിവസവും ഒരു സ്ട്രിപ്പെങ്കിലും അതിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ള സാധനം നമ്മളവിടെ കീപ്പ് ചെയ്യണം. അത് നമ്മുടെ ഷോർട്ടേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നീട് അത് എക്സ്പയറി ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പയറി ആവുന്നതിന് മുമ്പ് അത് റിട്ടേൺ ചെയ്യാനുള്ള പോളിസികൾ നമ്മൾ കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ജനറിക്കിന്റെ കാര്യത്തിലും. ജനറിക് നമ്മൾ നോൺ റിട്ടേണബിൾ ആയിരിക്കും. നോൺ റിട്ടേണബിൾ ആണെങ്കിൽ അത് അതിന്റെ എക്സ്പയറി ആവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻചാർജിനെ പ്രത്യേകം അറിയിക്കുക. നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻചാർജിനെ പ്രത്യേകം അറിയിക്കുക. ഇന്ന സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, അത് എക്സ്പയറി ആവാൻ വേണ്ടി പോകുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കാരണം ഇത് നോൺ റിട്ടേണബിൾ ആണ്, ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചെക്ക് മെസ്സേജസ് ഫ്രം സപ്ലയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്. അതായത് നിങ്ങളുടെ സപ്ലയേഴ്സിൽ നിന്നും എന്തെങ്കിലും മെസ്സേജസ് കിട്ടിയിട്ടുണ്ടോ? അത് ചില ഐറ്റംസ് ചിലപ്പം സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് ക്വാണ്ടിറ്റി കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഫാർമസി കൗണ്ടറിൽ ഡോക്ടർ അവൈലബിൾ അല്ലായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിസിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അതിനൊരു കൃത്യം നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക.
അതായത് സ്റ്റോക്കും ഓർഡർ മാനേജ്മെന്റും. ഏതെങ്കിലും ഓർഡേഴ്സ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അത് കൃത്യമായിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അവൈലബിൾ ആയി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സിംഗ്. ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സിംഗ്, ഇത് ഈ പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് വെരിഫൈ ദ പ്രിസ്ക്രിപ്ഷൻ ഫോർ ദ ആക്യുറസി ആൻഡ് ഓതന്റിസിറ്റി. പ്രിസ്ക്രിപ്ഷൻ ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അത് കൃത്യം ഇന്ന ഡോക്ടറിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടറെ സൈനും സീലോ അല്ലെങ്കിൽ അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതിന്റെ ഓരോ പോയിന്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇത് ഓവറോൾ പ്രോസസ് ആണ്. ഈ ഓവറോൾ പ്രോസസ്സിൽ ഓരോന്നും ഇൻഡിവിജ്വൽ ഡൊമൈൻ ട്രെയിനിങ്ങും നിങ്ങൾക്ക് നൽകും. നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ആ സാധനങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഒന്ന് വെരിഫൈ പ്രിസ്ക്രിപ്ഷൻ വെരിഫൈ ചെയ്യുക, അക്യുറസി ഉറപ്പുവരുത്തുക, അതിന്റെ ഡോസേജും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക, അതിന്റെ ഓതന്റിസിറ്റി, അത് പിന്നെ ആരും വെറുതെ കൈയിട്ട് എഴുതിയിട്ട് കൊടുക്കുന്നതല്ല എന്നെല്ലാം ഉറപ്പുവരുത്തുക. കാരണം ചില മെഡിസിൻസ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാൻ പറ്റൂല. അപ്പൊ അത് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓരോന്നും നോട്ട് ചെയ്യാം. പിന്നെ ഡിസ്പെൻസ് മെഡിസിൻസ് ഫോളോ ദ സേഫ്റ്റി പ്രോട്ടോകോൾസ്. അതായത് ഇതിപ്പോ നേരത്തെ പറഞ്ഞ തന്നെ, അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോഴ്സ് കഴിഞ്ഞ ആന്റിബയോട്ടിക് വീണ്ടും പ്രിസ്ക്രിപ്ഷനായിട്ട് വരികയാണെങ്കിൽ അവരോട് കാര്യം കൃത്യം, ഇത് ഗവൺമെന്റ് റൂൾ പ്രകാരം എന്താണോ ഫോളോ ചെയ്യാനുള്ളത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ചിലപ്പോൾ അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ഡോക്ടർക്ക് വിളിച്ച് ചോദിച്ചിട്ടോ അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യങ്ങളും കൂടി അതിന്റെ കൂടെ ചെയ്യുക. അതേപോലെ തന്നെ നാർക്കോട്ടിക് കണ്ടന്റ് ഉള്ള മെഡിസിൻസ് ആണെങ്കിൽ, പിന്നെ ഇത് സഡേഷൻ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് അതിന്റെ വെരിഫൈ ചെയ്തതിന് ശേഷം കൃത്യം ആളുകൾക്ക് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അത് ഡിസ്പെൻസ് ചെയ്യാവൂ. ക്രോസ് ചെക്ക് ദ ഡ്രഗ് ഇന്ററാക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യുക. ഡ്രഗ് ഇന്ററാക്ഷൻ, അത് ഒരേ സമയം രണ്ട് മെഡിസിനോ ഒരേ മെഡിസിൻ അല്ലെങ്കിൽ രണ്ട് കോൺട്രാ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്ന മെഡിസിൻസ് ഉണ്ടോ എന്ന് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിസ്ക്രിപ്ഷൻ വെരിഫൈ ചെയ്യേണ്ടതാണ്. പേഷ്യന്റ് കൺസൾട്ടേഷൻ. പ്രൊവൈഡ് ദ മെഡിക്കേഷൻ യൂസേജ് ആൻഡ് ഗൈഡൻസ്. എങ്ങനെയാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത് അതിന്റെ ഗൈഡൻസ് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ അതിന്റെ എങ്ങനെ കഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അതിന്റെ മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഈവൻ അതെന്ത് ചെയ്യാം, അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എക്സ്പ്ലെയിൻ ദ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ്. ചിലപ്പോൾ ഈ മരുന്ന് കുടിച്ചാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എഡ്യൂക്കേറ്റ് ഓൺ ദ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ. ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മള് ചിലത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതിന്റെ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോ ചിലത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതും അവർക്ക് കൃത്യമായിട്ട് പേഷ്യൻസിന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതായിട്ട് OTC മെഡിക്കേഷൻ മാനേജ്മെന്റ്. OTC എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ്. ഇപ്പൊ നമുക്കിപ്പോ പിന്നെ ഒരു ചൂടുകാലം വരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ പൗഡേഴ്സ് അല്ലെങ്കിൽ പിന്നെ മോയ്സ്ചറൈസിങ് ക്രീംസ് അല്ലെങ്കിൽ ഫേസ് വാഷ് പോലുള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓരോരുത്തർ സ്കിൻ കണ്ടീഷൻസോ ഇതൊക്കെ നോക്കിയിട്ട് റെക്കമെൻഡ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഹെൽത്തി ഡ്രിങ്ക്സ് അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആണ്. ആളുകൾക്ക് പിന്നെ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഓരോ കസ്റ്റമർക്കും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. സൂട്ടബിൾ പ്രോഡക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. മെയിൻറ്റെയിൻ ദ കമ്പൈൻസ് വിത്ത് ദ റെഗുലേഷൻ. എന്തൊക്കെ നിയമങ്ങൾ അതിനുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക. മിഡ് ഡേ ടാസ്കിലേക്ക് വരുമ്പോൾ കണ്ടക്ട് ദ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. എല്ലാ കൃത്യമായിട്ട് ഓരോ റാക്ക് വൈസ് റാക്ക് എന്ത് ചെയ്യുക, സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക. എല്ലാ ദിവസവും സ്റ്റോക്ക് വെരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു നിശ്ചിത റാക്കുകൾ തമ്മിൽ എടുത്തോളി. A to C, അല്ലെങ്കിൽ ഒരു പിന്നെ ആൽഫബറ്റിക് ഓർഡറിലാണെങ്കിൽ എല്ലാം ഓരോ ദിവസവും അതിന്റെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുക. അതും സിസ്റ്റം സ്റ്റോക്കും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഹാൻഡിൽ പെൻഡിങ് മെഡിക്കേഷൻ ഡെലിവറീസ്. ഏതെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവരെ പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുക. അപ്ഡേറ്റ് ഇൻവെന്ററി റെക്കോർഡ്സ് ആൻഡ് ഡിസ്പോസൽ എക്സ്പയർഡ് ഡ്രഗ്സ്. അപ്പോൾ പിന്നെ ഇൻവെന്ററി റെക്കോർഡ്സ്, ഇപ്പൊ നമുക്ക് മെഡിസിൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് കയറ്റുക. ആ ബില്ല് കൃത്യമായിട്ട് അവിടെ കീപ്പ് ചെയ്യുക. അത് പിന്നെ അക്കൗണ്ട്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്പോസൽ. ഏതെങ്കിലും ഡിസ്പോസ് ചെയ്യേണ്ട മെഡിസിൻസ് ഉണ്ടെങ്കിൽ എക്സ്പയറി ഉണ്ടെങ്കിൽ എക്സ്പയറി
തിരിച്ചു കൊടുക്കേണ്ട രീതിയിലുള്ള എക്സ്പയറീസ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽ അക്കൗണ്ട്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ നിന്നും അതിന്റെ പിന്നെ എന്താ പറയാ സമ്മതം വാങ്ങിച്ചതിന് ശേഷം മാത്രം അത് ഡിസ്പോസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ. ആഫ്റ്റർനൂൺ ഓപ്പറേഷൻ അഡ്രസ് ദ കസ്റ്റമർ എൻക്വയറീസ് ആൻഡ് കംപ്ലൈന്റ്സ്. ഇപ്പോൾ കസ്റ്റമറിന്റെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഏതൊക്കെ മെഡിസിൻസ് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കംപ്ലൈന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എൻക്വയറീസ് ഉണ്ടെങ്കിൽ പരമാവധി എൻക്വയറീസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പിന്നെ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരിലേക്കും വാട്സപ്പ് ചെയ്യാനും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ ഹോം ഡെലിവറീസും ഹോം കെയർ സർവീസും കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ പ്രിപ്പയർ മെഡിക്കേഷൻ ഫോർ ദ ഹോം ഡെലിവറീസ് ആൻഡ് പിക്കപ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അവർക്ക് വേണ്ട കാരണം നമ്മളിപ്പോ ഒരു ദിവസം ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉച്ചയോടായിരിക്കും നമുക്ക് സാധനം കിട്ടുക. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും മെഡിസിൻ കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഫോളോ വിത്ത് ഡോക്ടേഴ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ക്ലാരിഫിക്കേഷൻ. അതായത് പിന്നെ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരികയും അതിന് നമുക്ക് ചിലപ്പോൾ ചില മെഡിസിൻ ഇല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അവർക്ക് വേറെ കണ്ടന്റ് ഈ സെയിം മെഡിസിൻ തന്നെ കണ്ടന്റ് മാറ്റി കൊടുക്കേണ്ട അവസ്ഥ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സെയിം കണ്ടന്റ് കമ്പനി മാറ്റി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടേഴ്സിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടേഴ്സിന്റെ കോൺടാക്ട് നമ്പർ അതിലുണ്ടാവും. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലോസിംഗ് പ്രൊസീജിയേഴ്സ്. റിവ്യൂ ദ ഡെയിലി സെയിൽസ് റിപ്പോർട്ട്. നമുക്ക് സെയിൽസ് റിപ്പോർട്ടിന് പ്രത്യേകം ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ കൃത്യമായിട്ട് ഈ സംഗതികൾ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ക്യാഷ് എല്ലാം സെക്യൂർ ആയിട്ട് വെക്കുക. ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് ഓരോ ഡെയിലി ക്യാഷ് ഉണ്ടാവുമല്ലോ, അത് അക്കൗണ്ട്സിനുള്ള നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ നിങ്ങൾക്ക് പിന്നെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ഓരോ ദിവസവും അതിനുള്ള ക്യാഷ് മാറ്റി വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. ദെൻ ഏരിയ ലോക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്യാബിൻസ് എല്ലാം ലോക്ക് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി മെഡിസിൻസോ അല്ലെങ്കിൽ പ്രത്യേകം സെക്യൂർ ആയി വെക്കേണ്ട ഏരിയകൾ ഉണ്ടെങ്കിൽ അതെല്ലാം സെക്യൂർ ആയി വെച്ചതിന് ശേഷം എല്ലാ യൂണിറ്റ് റെഫ്രിജറേഷനും സംഗതികളൊക്കെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത്രയാണ് ക്ലോസിംഗ് പ്രൊസീജിയേഴ്സ്. എൻഡ് ഓഫ് ദി ഡേ സമ്മറി ആൻഡ് ഹാൻഡ് ഓവർ. എൻഷുർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. എല്ലാ ബില്ലുകളും അടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ. വേറൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് മോർണിംഗിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഈവനിങ് ഷിഫ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഹാൻഡ് ഓവർ കൊടുക്കുക. പിന്നെ ഫൈനൽ ക്ലീൻനെസ് ചെക്കും അതേപോലെ തന്നെ ഫാർമസി സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഓവറോൾ കാര്യങ്ങൾ ഒരു ദിവസത്തെ അവരുടെ പ്രൊസീജിയർ ആണ് പറഞ്ഞത്. ഇതിൽ ഡിഫറെന്റ് ആയിട്ട് ഓരോ ഏരിയകൾ വരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഡൊമൈൻ ട്രെയിനിങ് എന്ന പേരിൽ ഓരോന്നിനും ട്രെയിനിങ് കിട്ടും. ഇപ്പോ ഏകദേശം ഒരു ഫാർമസിസ്റ്റ് ഒരു ഫാർമസിയിൽ നമ്മളുടെ ഫാർമസിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രോസസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വരും. അപ്പൊ ഡെയിലി പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത് പ്രോസസ് കൺട്രോളർ നിങ്ങളെ ബന്ധപ്പെടുകയും ചെയ്യും. താങ്ക് യു.